ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ. ഞങ്ങൾ അച്ഛമ്മയുടെ 41 ഇന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനും അനിയത്തിയൊക്കെ തലേദിവസം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ എന്തെങ്കിലും കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളൊക്കെ ഇത്തിരി നേരം വൈകിട്ടൊന്നും എണീറ്റത്, കാരണം തറവാട്ടിൽ നിന്ന് നല്ല പോരുമ്പോൾ തന്നെ കുറച്ച് നേരമൊക്കെ വൈകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്തിരി നേരം കൂടുതൽ കിടന്നുറങ്ങി നേരം വൈകി എണീക്കുമ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ തറവാട്ടിൽ നിന്ന് എല്ലാവരും കുളിച്ച് ഒരുങ്ങിയിട്ടൊക്കെ ഞങ്ങൾ വിളിക്കാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ എണീറ്റിട്ടും കൂടിയില്ല. അങ്ങനെ പിള്ളേർ വന്നതിൻ്റെ ശേഷമായിട്ട് ഞങ്ങൾ എണീറ്റത്. അങ്ങനെ എൻ്റെ അവളുടെ താഴെയുള്ളത് മൂത്തതൊക്കെ ഇപ്പോൾ എണീറ്റ് വന്നിട്ട് ഇരിക്കണുള്ളൂ. അങ്ങനെ ഇതാണ് ഞങ്ങൾ ഒരു കുഞ്ഞു വീടാണ് കേട്ടോ എൻ്റെ. ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു കുഞ്ഞടുക്കള. ഇത് ഞങ്ങളെ ചേട്ടൻ്റെ മോളാണ്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ബാക്ക് വശം കാര്യങ്ങളൊക്കെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞങ്ങളുടെ വീടും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കണില്ല. അതൊക്കെ ഞാൻ ഒരു ഹോം ടൂറായിട്ട് കാണിക്കട്ടെ. ഹോം ടൂറായിട്ട് കാണിക്കാനായിട്ടുള്ളൊരു സാഹചര്യമൊന്നുമില്ല, എന്നാലും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ചൊരു കാണിക്കത്തക്ക വിധത്തിലുള്ളൊരു വീടും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എന്നാലും ഞങ്ങൾക്കിത് എത്രയും ഞങ്ങളെ സ്വർഗം തന്നെയാണ്. അങ്ങനെ ഇഡ്ലിച്ചെമ്പ് ഇങ്ങനെ മൂടി വെച്ചിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ചക്കട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. അത് വെറുതെ അവൾ മൂടി വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ അവൾ ആ ചക്കടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അവളുടെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അവളുടെ യൂട്യൂബ് ചാനൽ ദക്ഷിൺ ഫാമിലി എന്നാണ്. അങ്ങനെ ഇതാണ് ഞങ്ങളൊരു റൂം. ഞങ്ങളുടെ വീട്ടിൽ ഒരു റൂമുള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു റൂമാണ്. എന്താ പറയുക, ആകെ മുഷിഞ്ഞിട്ടാണ് കിടക്കുന്നത്. എൻ്റെ കല്യാണത്തിന് അങ്ങോട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് 10 വർഷത്തിന് മേലെയായി. അങ്ങനെ ഒരു എന്താ പറയുക, കുഞ്ഞു വീട് തന്നെയാണ് ഞങ്ങൾ കുഞ്ഞു സ്വർഗ്ഗമാണത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ മക്കളും അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം കുളിച്ചിട്ട് തറവാട്ടിലേക്ക് പോയി. ആ നിൽക്കുന്നത് ഒന്നെൻ്റെ അമ്മായി, പിന്നെ ഒന്നെൻ്റെ ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ റൂട്ടിൽ നല്ല ഫുട്ബോൾ കളിയാണ്. എന്താ പറയുക, ഇപ്പോൾ ഫുട്ബോൾ തുടങ്ങിയിട്ടുള്ള കാരണം ഇപ്പോൾ എല്ലാവരും അർജൻറ്റീന, ബ്രസീൽ, ഫ്രാൻസ്, അതുപോലെ പോർച്ചുഗൽ, അങ്ങനെ ടീം വൈസൊക്കെ ആയിട്ടാണ് ഇപ്പോൾ കളി. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. 41 കാരണം എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മു നിൽക്കണ ഒരു റോസ് ടീഷർട്ട് ഇട്ടിട്ടില്ലേ, അവളാണ് ഞങ്ങൾ ചേച്ചിയുടെ മോളാണ്. അവൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവളും എത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. അങ്ങനെ ഇതാണ് ഞങ്ങളെ തറവാട് ഞങ്ങളെ വീടിനെക്കാട്ടൊക്കെ ഇത്തിരി എന്താ പറയുക, സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളതാട്ടോ. ഒക്കെ പറഞ്ഞ പോലെ പഴയ വീടുകളാണ്. ഇത് അമ്മ, ഇത് എൻ്റെ മേമ. അങ്ങനെ എന്താ പറയുക, അടുക്കളയ്ക്കൊക്കെ വന്നപ്പോൾ ഒക്കെ 41 ഒക്കെ എന്താ പറയുക കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ചിക്കനും അതുപോലെ മീനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അമ്മയും ബോബയും തമ്മിൽ എന്താ പറയുക, ബോബയൊക്കെ ആയിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങളെ തറവാടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. നല്ല രസമാണ്. സ്ഥലങ്ങളൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ബാക്കും ഫ്രണ്ടും ഒക്കെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഹരിതാപകരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തോന്നും നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അവർ പഞ്ചവടിയിൽ പോയിട്ട് അവിടെ ബലിയൊക്കെ ഇട്ട് വന്നിട്ട് കുറി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മായി പറഞ്ഞു ആ കൂറിയൊക്കെ ഒന്ന് ഇട്ട് തൊട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ അതൊക്കെ തൊട്ട് ഒന്ന് പുറത്തേക്ക് കിടന്നപ്പോൾ ഉണ്ണിക്കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്തോ സാധനം അമ്മയ്ക്ക് കൊടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവനോട് ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ അവ ഊരില്ലെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്താ പറയുക, തല്ല് പിടിച്ചിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അനിയത്തിയുടെ ഭർത്താവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഖത്തറിലാണ്. അപ്പോൾ അവനായിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അവൻ പറയുക എൻ്റെ സർപ്രൈസാക്കി വെച്ചോളാനാണ് അവൻ പറയണത്. അപ്പോൾ അവൻ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളൊരു വലിയൊരു സർപ്രൈസ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവനായിട്ട് വർത്താനം പറഞ്ഞു. അവൻ ഡ്രൈവറാണ് ഖത്തറിൽ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയുക, മൂപ്പരായിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തില്ല. ഭയങ്കര എന്താ പറയുക, കോമഡി ട്രാജഡി ഒക്കെയാണ്. വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മളുടെ പണിയൊന്നും നടക്കില്ല. അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല ആ സമയത്ത് വർത്താനം പറയാൻ നിന്നാൽ. ഇത് നീല അമ്മായി, കറുപ്പ് ചേച്ചി, ചുവപ്പ് ബോബ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാട്ടാ. ശോഭ എന്നാണ് പേര്. ഞങ്ങളിങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ ബോബ എന്ന് വിളിച്ചിട്ട് അങ്ങനെ ഒരു പേരായി. അങ്ങനെ ഇവിടെ ഇവർ 3 പേരും കൂട്ടിയിട്ടാണ് ചിക്കൻ വയ്ക്കുന്നത്. അങ്ങനെ ചിക്കൻ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പരിദൂഷണം കാര്യങ്ങളൊക്കെ നടക്കണമുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനും ചെന്ന് നോക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആ ഒരു സംഭവമൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. ആ ഫുള്ള് നല്ല പച്ച കളറല്ലേ. അങ്ങനെ അടുക്കളയ്ക്ക് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അടുക്കളയ്ക്ക് വന്നപ്പോൾ പുട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കറിയൊന്നുമില്ല, കടലക്കൂട്ടാനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പഴം ഉണ്ടായിരുന്നു. പഴം കൂട്ടിയിട്ട് പുട്ടിന് എനിക്കിഷ്ടമല്ല. അപ്പോൾ ചിക്കൻ കറി നോക്കിയപ്പോൾ സബോളയൊക്കെ വഴറ്റുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കഷ്ണം പച്ചപ്പുട്ടെടുത്ത് തിന്നു. പുട്ട് എനിക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോഴത്തേനും മീനിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കുന്നുണ്ട്. അമ്മ അടിപൊളിയായിട്ട് മീൻ കൂട്ടാൻ വയ്ക്കൂട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അമ്മയുടെ മീൻ കൂട്ടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
എൻ്റെ അമ്മ വെക്കുന്ന ഒരു സ്റ്റൈലിലൊക്കെ ഞാനും വെക്കും. അങ്ങനെ ബോബയുടെ വീട്ടിൽ ചക്ക ഉണ്ട്. ആ ചക്ക ഒരു 4-5 എണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മധുരമില്ലാത്ത ചക്കയെന്നാണ് പറഞ്ഞത്. ചക്കച്ചോള വരിക്കച്ചക്കയാണ്, പക്ഷേ ചക്കയ്ക്ക് തീരെ മധുരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മധുരമില്ലാത്ത ചക്ക എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനതവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുക്കളയ്ക്ക് വന്നപ്പോൾ എൻ്റെ ഉണ്ണി എന്താ പറയുക കുക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ തന്ത്രപ്പാടിലാണ്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴും സബോള വഴറ്റിക്കൊണ്ടിരിക്കണുള്ളൂ. ഞാൻ വിചാരിച്ചു ചിക്കൻ കറിയൊക്കെ ആയി പുട്ട് തട്ടാന്ന് വെച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ ചിക്കൻ കറി ഒന്നും ആയിട്ടില്ല. ഇതാണ് ഞങ്ങൾ അച്ഛമ്മേനെ ഒരു ഒറ്റ വാക്കിലൊന്നും അച്ഛമ്മേനെ അങ്ങനെ പറയാൻ പറ്റില്ല. അച്ഛമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അത്രയും എന്താ പറയുക ഒരു തന്നെയായിരുന്നു. അങ്ങനെ എന്താ പറയുക സൈക്കിൾ കണ്ടപ്പോൾ എനിക്ക് സൈക്കിൾ ഓട്ടാനൊരു പൂതി. കുറേ നാളായി സൈക്കിൾ ഓട്ടിയിട്ട്. +2 പഠിക്കുമ്പോഴാണ് സൈക്കിൾ ഓട്ടിയിട്ട് സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അച്ഛൻ സൈക്കിളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് 2 പേർക്കും. ഇപ്പോൾ +1 +2 ഒക്കെ ഞാൻ സൈക്കിൾ ഓട്ടിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ സൈക്കിൾ ചവിട്ടുമ്പോൾ അമ്മൂനോട് ഞാൻ പറയുന്നത് സൈക്കിൾ ചവിട്ടണത് എടുക്കാൻ പറഞ്ഞിട്ട് അവൾ എടുക്കുകയാണ്. ആ ബാക്കിലിരിക്കണതാണ് എൻ്റെ രണ്ടാമത്തെ പുത്രക്കല്ലേ. അങ്ങനെ ചേട്ടൻ്റെ മോളാണ് വീഡിയോ എടുക്കണത്, ആ ചെറിയ കുട്ടിയെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ സൈക്കിൾ അഭ്യാസങ്ങളൊക്കെ നടത്തി. അപ്പോൾ എന്നാലും എനിക്ക് ചവിട്ടി പുതിയ തരുന്നില്ല കേട്ടോ. പിന്നെ പിള്ളേർക്ക് ചവിട്ടാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പൊറുതി തരുന്നില്ല. അപ്പോൾ അത് സൈക്കിൾ കൊടുത്തത് എൻ്റെ അഞ്ചുൻ്റെ മോൻ വീണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീഡിയോയിലെടുത്തു. അതൊക്കെ ഒരു രസം. കുട്ടി കിടന്ന് കരയാണ് കേട്ടോ. പക്ഷേ അത് കണ്ടപ്പോൾ ഞാൻ വെച്ച് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയൊക്കെ സൈക്കിൾ ഓട്ടാൻ നോക്കി. എൻ്റെ ഇടയിൽ അട ചുട്ടു. പിന്നെ ചിക്കൻ കറി റെഡിയായി. പിന്നെ അമ്മ ഉള്ളി കാച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ നടന്നു. അത് ഫുള്ളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിച്ചോളൂ. അങ്ങനെ പിന്നെ എല്ലാവരും ഉമ്മാർത്ത് കുത്തിയിരുന്നിട്ട് വീഡിയോസ് കാണുമായിരുന്നു. ഞങ്ങളുടെ ചാനലൊക്കെ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ബോബിയൊക്കെ ഇപ്പോഴാണ് ടച്ച് ഫോണൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അവർക്ക് ശരിക്കും അതൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിച്ചു.